ആ ശരി എന്നാ. എന്തായി സാറേ? ഒരു വിവരമില്ല സാറേ. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഫോൺ ഓഫാണ്. ബൈക്ക് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ വേറെ വണ്ടിയിലായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കട്ട് റോഡ് ഒറ്റക്കടയിലോട്ടുള്ളതാണ്. അവിടെ ചെന്നാൽ 4 ഭാഗത്തോട്ടും തിരിയാം. എന്തായാലും എല്ലാ സ്റ്റേഷനിലും ഫാക്സ് കൊടുത്തിട്ടുണ്ട് സാറേ. സ്റ്റാൻലി സാറേ വിചാരിക്കണ പോലെ ഒരുത്തനല്ല അവൻ. ഒരുമാതിരി ഒരു ജീനിയസാ. അയ്യെ കിട്ടിയാ ബാക്കി. എനിക്ക് ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല സാറേ. ഒരു ജവാബായിരുന്നു അവൻ. അധികന്മാര് പുറമേലും അങ്ങനെയാണ് സാർ. ആലോചിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തുന്ന കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞെന്നുള്ളതാണ്. അത് സാറ് രാജക്കമംഗലം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ 1/2 മണിക്കൂറിനാവും സംഗതി പോലീസുകാരുടെ ഫ്ലാഷായിരുന്നു. പിന്നെ നമ്മൾ പോലീസുകാരുടെ സ്വഭാവം അറിയാവില്ലേ. അവരോട് പുറത്ത് പറയാന്നൊക്കെ പറഞ്ഞായിരുന്നു സാറേ. പക്ഷേ എന്താണ് സാറേ അയാൾ ഈ ഫോൺ മാത്രം ഓൺ ചോദിച്ചത് എന്തിനായിരിക്കും സാർ? ഈ ഫോൺ കിട്ടുന്നത് അവരെ നേഴ്സറി പഠിക്കുന്ന കൊച്ചിൻ്റെ റൂമിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് അവൻ ഈ ഫോണെല്ലാം റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇന്നലെ ഫോൺ എടുത്തോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ മിസ്സായിട്ടുണ്ടാവും. കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊച്ചു കളിക്കണതിൻ്റെ കയ്യിൽ ഓണാകാനാണ് സാധ്യത. അതോടുകൂടി കൊച്ചു ഫോൺ എടുത്തിട്ട് എൻ്റെ കീഴെ വെച്ചിട്ടുണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ ചാകെ പിടിച്ചിരിക്കണേ ഒന്നും പറയണമില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ സാറേ എനിക്ക് ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസും ഒക്കെ ആയിട്ട് അത്യാവശ്യം കണക്ഷനൊക്കെ ഉണ്ട് സാറേ. അതിൽ തന്നെ പുറമേ ഡീസൻ്റ് ആണെങ്കിലും അല്ലാതെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്ന ടീംസുകൾ വേറെയുണ്ട്. അയ്യോ അവരുടെ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവന് കിട്ടുന്ന കാര്യം സംശയമാണ് സാറേ.